മുസ്ലിം ലീഗ് അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. കൊടിയും ബോർഡും ഉപേക്ഷിക്കേണ്ടി വന്നു. വയനാട്ടിൽ രാഹുൽ ഗാന്ധി വന്നപ്പോൾ കോൺഗ്രസിൻ്റെ കൊടിയുണ്ടോ? എത്ര പരിഹാസ്യമായ അവസ്ഥയാണ്. മുസ്ലിം ലീഗിൻ്റെ കൊടിയുണ്ടോ? ഒരു രാഷ്ട്രീയ പാർട്ടികൾക്ക് അവരുടെ കൊടി ഉപേക്ഷിക്കാൻ പറ്റുമോ? കൊടി ഉപേക്ഷിച്ച് വോട്ടിന് വേണ്ടി നടക്കേണ്ട ഗതികേടിലേക്ക് എത്തിയില്ലേ? മുസ്ലിം ലീഗുകാർ എന്തിനാണ് ഈ പരിഹാസ്യത ഏറ്റുവാങ്ങുന്നത്? മുസ്ലിം ലീഗിന് എന്തിനാണ് ഈ ഇത്തരത്തിലുള്ള കോൺഗ്രസിൻ്റെ നിലപാടിനോടൊപ്പം സഞ്ചരിക്കേണ്ട കാര്യമുള്ളത്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 1952 ഇന്ത്യൻ പാർലമെൻറ്റ് 2 സീറ്റുണ്ടായിരുന്നു മുസ്ലിം ലീഗിന്. അന്ന് മലബാറിലെ 3 MP ജയിച്ചു വന്നത് മുസ്ലിം ലീഗിൻ്റെ കൂടി സഹായത്തോടു കൂടിയാണ്. ആ 52 വിട്ട് കൊല്ലം എത്ര കഴിഞ്ഞു? ഇപ്പോൾ ഇന്ത്യൻ പാർലമെൻറ്റിൽ മുസ്ലിം ലീഗിന് 2 സീറ്റ്. കേരള നിയമസഭയിൽ 21 അംഗങ്ങളാണ് കോൺഗ്രസിനുള്ളത്. 21 അംഗങ്ങളുടെ കോൺഗ്രസ്സിന് 16 പാർലമെൻറ്റ് സീറ്റ്. മുസ്ലിം ലീഗിനുള്ളത് 15 സീറ്റാണ്. മുസ്ലിം ലീഗിന് 2 സീറ്റ്. എത്രമാത്രം മുസ്ലിം ലീഗിനെയും അവരുടെ അണികളെയും പരിഹാസ്യപ്പെടുത്തി. ഒരു സീറ്റിന് അവർ ചോദിച്ചിട്ട് അതുപോലും കൊടുത്തോ? എന്തിനാ മുസ്ലിം ലീഗ് കോൺഗ്രസിൻ്റെ വിഴുപ്പ് ഭാണ്ഡം ചുമക്കുന്നത്? കോൺഗ്രസ് ഈ രാജ്യത്തിലൊന്നും ചെയ്യാൻ വേണ്ടി പോകുന്നില്ല. അവർക്ക് ന്യൂനപക്ഷത്തെ സംരക്ഷിക്കാൻ കഴിയില്ല. അവർ ഇന്ത്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് വെള്ളിക്കല്ലുമായി നടന്നവരാണ്. ഇപ്പോഴും അതിന് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗ്യാൻവാപ്പിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പൂജയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുള്ളവരാണ്. അതുകൊണ്ട് തന്നെ മുസ്ലിം ന്യൂനപക്ഷങ്ങൾ, ക്രിസ്തീയ ന്യൂനപക്ഷങ്ങൾ, ക്രിസ്തീയ ജനവിഭാഗത്തിനെതിരായിട്ടുള്ള കടന്നാക്രമണങ്ങൾ വർദ്ധിച്ചു വരികയാണ്. ഇതിനെ പ്രതിരോധിക്കാൻ ഇടതുപക്ഷ മതേതര ശക്തികൾക്ക് സാധിക്കൂ. കോൺഗ്രസ്സിന് വടക്കേ ഇന്ത്യയിൽ അത്തരമൊരു നിലപാട് സ്വീകരിക്കാൻ സാധിക്കില്ല. കേരളത്തിൽ പച്ചക്കൊടി കണ്ടാൽ, ലീഗിൻ്റെ കൊടിയാണെന്ന് കേട്ടാൽ വടക്കേ ഇന്ത്യയിൽ കോൺഗ്രസ്സിന് വോട്ട് കിട്ടില്ല, കോൺഗ്രസിൻ്റെ അണികളെല്ലാം കോൺഗ്രസ് വിട്ടുപോകും എന്ന് ഭയന്നിട്ട് പച്ചക്കൊടി, ലീഗിൻ്റെ കൊടി, ലീഗിനെ കൊണ്ട് ഉപേക്ഷിക്കാൻ ലീഗിൻ്റെ മേലെ സമ്മർദ്ദം ചെലുത്തി പ്രവർത്തിക്കുമ്പോൾ ആത്മാഭിമാനമുള്ള ഏതെങ്കിലും ഒരു ലീഗ് പ്രവർത്തകന്, ലീഗ് അനുഭാവികൾക്ക് ആ നിലപാട് അംഗീകരിക്കാൻ സാധിക്കുമോ? എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ചിന്തിച്ച് വോട്ട് ചെയ്യാൻ ലീഗിൻ്റെ പിന്നിൽ അണിനിരന്നിട്ടുള്ള അവരുടെ മെമ്പർമാർക്കും അനുഭാവികൾക്കും വോട്ടർമാർക്കും കഴിയട്ടെ. ഇവിടെ മതനിരപേക്ഷത കാത്തു സൂക്ഷിക്കണം. ജീവൻ കൊടുത്ത് അതിനുവേണ്ടി പോരാടുന്നത് ഇടതുപക്ഷമാണ്. അതിൻ്റെ സ്ഥാനാർത്ഥികൾ വിജയിച്ചു വരണം. ആ ദൗത്യം നിർവഹിക്കാൻ കേരളത്തിലെ 20 മണ്ഡലങ്ങളിലെയും ജനങ്ങളോട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി ഞാൻ സവിനയം അഭ്യർത്ഥിക്കുന്നു. രാഹുൽ ഗാന്ധിയുടെ കഴിവുകേടാണത്. അദ്ദേഹം ദേശീയ നേതാവല്ലേ? ദേശീയ നേതാവിനോട് ആരെങ്കിലും പോയി പറഞ്ഞു കൊടുത്തത് പ്രസംഗിക്കലാണോ? ദേശീയ നേതാവിൻ്റെ ക്വാളിറ്റിയാണത്. അപ്പോൾ ഒരു ദേശീയ നേതാവാകാനുള്ള ഇന്ത്യയിലെ BJP വിരുദ്ധ ശക്തികളെ കൂട്ടിയോജിപ്പിക്കാനുള്ള കരുത്തില്ലാത്ത ദുർബലനായൊരു നേതാവാണെന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് രാഷ്ട്രീയ കാര്യങ്ങൾ നിരീക്ഷിക്കാൻ അദ്ദേഹത്തിന് പ്രാപ്തിയില്ല. അതാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയിലൂടെ കാണുന്നത്. ഞാൻ KC വേണുഗോപാൽ എഴുതി കൊടുത്തത് ഞാൻ കണ്ടിട്ടില്ല. KC വേണുഗോപാലിനും ഏതാണ്ട് സമക്കാരാണല്ലോ. ഡൽഹിയിൽ നയിക്കുന്നത് KC വേണുഗോപാലിനല്ലേ? ഇന്ത്യ മുന്നണിയുടെ ഒരു സ്പിരിറ്റിനെതിരാണ് രാഹുൽ ഗാന്ധി പ്രസംഗിച്ചത്. അതായത് ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് ഈ കേന്ദ്ര ഏജൻസികൾ പ്രതിപക്ഷ നേതാക്കളെ വേട്ടയാടുന്നതിനെതിരെ ഒരുമിച്ച് പോരാട്ടം നടത്തുന്ന ഒരു സമയമാണ്. ആ സമയത്ത് കേരളത്തിലെത്തി ഒരു പ്രതിപക്ഷ മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ അത് ദേശീയ തലത്തിൽ പോലും ആ ഒരു സ്പിരിറ്റിനെ ബാധിക്കുന്ന ഒരു പ്രസ്താവനയല്ലേ? ഇന്ത്യയിൽ BJP വിരുദ്ധ മുന്നണിയിലുള്ള, ഇന്ത്യ സഖ്യത്തിലുള്ള 2 സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് ജയിലിൽ വെച്ചു. കേജ്രിവാൾ, സോറൻ, ജാർഖണ്ഡ് മുക്തി മോർച്ചയുടെ നേതാവ് സോറൻ. ഈ 2 പേരെയും അറസ്റ്റ് ചെയ്തതിനെതിരായിട്ട് എന്തെങ്കിലും പ്രസ്താവന ഇറക്കിയിട്ടുണ്ടോ? BJPയുടെ നയത്തിൻ്റെ പിന്നാലെയല്ലേ കോൺഗ്രസ്? ആ കോൺഗ്രസ്സാണ് പറയുന്നത് 2 മുഖ്യമന്ത്രിമാരെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ വെച്ചു. കേരളത്തിലെ മുഖ്യമന്ത്രിയെയും അറസ്റ്റ് ചെയ്യണം, ജയിലിൽ വെക്കണം. എവിടെ എത്തി കോൺഗ്രസ്? നയങ്ങളുണ്ടോ, പരിപാടികളുണ്ടോ, ലക്ഷ്യമുണ്ടോ? അവരാണോ BJPയെ പ്രതിരോധിക്കാൻ ഇന്ത്യ മുന്നണിയെ ശക്തിപ്പെടുത്താൻ പുറപ്പെടുന്നത്? നയപരമായ പാളിച്ചകളും രാഷ്ട്രീയ നിരീക്ഷണമില്ലായ്മയും രാഷ്ട്രീയമായിട്ടുള്ള കാഴ്ചപ്പാടില്ലായ്മയുമാണ് ഈ രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന. ഇങ്ങനെയുള്ള ഒരാൾ നയിച്ചാൽ എവിടെ എത്തും?
അത് കോൺഗ്രസിൻ്റെ പിന്നിൽ അണിനിരന്ന് ജനങ്ങൾ ചിന്തിക്കേണ്ടതാണ്. അതുകൊണ്ട് അവരോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത് ഈ വഴിവിട്ട പോക്കിൽ നിന്ന് രാജ്യനന്മയെ ലക്ഷ്യം വെച്ചുകൊണ്ട് BJPയെ തോൽപ്പിക്കാൻ ഇടതുപക്ഷത്തിന് വോട്ട് നൽകൂ. ഇടതുപക്ഷം ജയിച്ചു വരട്ടെ ഇന്ത്യൻ പാർലമെൻറ്റിൽ. അതാണ് ഇന്ത്യക്ക് ഏറ്റവും മെച്ചപ്പെട്ട നില ഉണ്ടാക്കിയെടുക്കുക. അതിനുവേണ്ടി നിങ്ങൾ സഹായിക്കുക എന്നുള്ളതാണ്. രാഹുൽ ഗാന്ധി പറയുന്നത് അദ്ദേഹം BJPക്കെതിരെ RSSനെതിരെ പോരാടും. ആ സമയത്ത് അദ്ദേഹത്തിന്റെ ലോക്സഭാ അംഗത്വം റദ്ദാക്കി, അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതി ഒഴിഞ്ഞു, ED അദ്ദേഹത്തെ ഈ നാഷണൽ ഗാർഡ് കേസ് ഉൾപ്പെടെ മണിക്കൂറുകൾ ചോദ്യം ചെയ്തു. പക്ഷേ ഈ സത്യസന്ധമായി ഇതിനെ എതിർക്കുന്നു എന്ന് പറയുന്ന കേരള മുഖ്യമന്ത്രി അങ്ങനെ ചെയ്യുന്നില്ലല്ലോ എന്ന ചോദ്യമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. എങ്ങനെയാ ഈ സത്യസന്ധമായി എതിർക്കുന്നവരെ എല്ലാം വിടാതെ ഇവർ പിന്തുടരുന്നതാണ്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് കേരളത്തിലെ പാർട്ടി രാഹുൽ ഗാന്ധിയെ അറസ്റ്റ് ചെയ്തതിനെതിരായി, രാഹുൽ ഗാന്ധിക്കെതിരെ കേസ് ചുമത്തിയതിനെതിരായി ശക്തമായി പ്രതികരിച്ച പാർട്ടിയും മുന്നണിയുമാണ്. ഇല്ലെങ്കിൽ അതുപോയി അവർ പഠിച്ച് മനസ്സിലാക്കട്ടെ. രാഹുൽ ഗാന്ധിക്കെതിരെ എടുത്ത നടപടിയെ ശക്തമായി അപലപിച്ച പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ്. അതുകൂടി പറയുന്നത് രാഹുൽ, അതായത് ആത്മാർത്ഥമായ വിമർശനം നടത്തിയാലേ BJP പിറകെ വരികയുള്ളൂ, ചുമ്മാ പറഞ്ഞ തരത്തില്ല എന്നാണ് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യാത്തതിന് കാരണമായി ചോദ്യം ചെയ്യാതായി രാഹുൽ ഗാന്ധി പറയുന്നത്. അതായത് BJP RSSന്റെ ശരിയായ മനസ്സറിയുന്ന ഇന്ത്യയിലെ ഒരു നേതാവ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയായി. അത് രാഹുൽ ഗാന്ധിയും BJP RSSുമായിട്ടുള്ള അടുത്ത സൗഹൃദമാണ് ഇത് വ്യക്തമാക്കുന്നത്. ഇന്ത്യയിൽ RSS തലക്ക് വില പറഞ്ഞ തലവെട്ടാൻ നിശ്ചയിച്ച ആളാണ് പിണറായി വിജയൻ. കോടികൾ വാഗ്ദാനം ചെയ്തതാണ്. അദ്ദേഹത്തിൻ്റെ പരിപാടി കലക്കാൻ പുറപ്പെട്ടവരാണ്. രാഹുൽ ഗാന്ധി എന്താ പോയി പ്രസംഗം നടത്തി കെട്ടിപ്പിടിച്ച് ചുംബിക്കലാണോ BJPക്കെതിരായിട്ടുള്ള പോരാട്ടം? എത്ര പരിഹാസമായിരുന്നു അത് പാർലമെൻറ്റിൽ. അതാണ് രാഹുൽ ഗാന്ധി. അതുകൊണ്ട് അവർക്ക് രാഷ്ട്രീയമായി ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനോ കൈകാര്യം ചെയ്യാനുള്ള പ്രാപ്തിയും കഴിവുമില്ല.